Hello students, welcome to XandY NTSE channel. ഒരുപാട് കാലമായി സ്റ്റുഡൻസ് കണ്ടിന്യൂസ്ലി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു XandYയുടെ NTSE ചാനൽ എന്ന് സ്റ്റാർട്ട് ആകുമെന്നുള്ളത്. നമുക്കറിയാം ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് ഏതൊരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റും അൾട്ടിമേറ്റ്ലി ഡ്രീം ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് NTSE. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണ് ശരിക്കും ഈ NTSE എക്സാം എന്നുള്ളതിൻ്റെ A to Z ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു വീഡിയോ NTSE എഴുതാൻ സാധ്യതയുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം, പേരൻസിന് ഷെയർ ചെയ്ത് കൊടുക്കണം, ടീച്ചേഴ്സിനും നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളിനും ബാക്കി എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാത്രമല്ല NTSE പറ്റിയുള്ള ബാക്കി എന്ത് ഡൗട്ടുകളും കൺസേൺസും നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ NTSEയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ. അപ്പോൾ നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഇത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതാരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് കൊടുക്കുന്നതും. ഓക്കെ, സ്കോളർഷിപ്പ് എക്സാം കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതാണ് നമുക്ക് ആദ്യം ഈ എക്സാമിനെ പറ്റി മനസ്സിലാക്കാനുള്ളത്. പിന്നെ ക്ലാസ് 10 സ്റ്റുഡൻസ് ക്യാൻ അപ്പിയർ ഫോർ ദി എക്സാം. അപ്പോൾ ഇത് 10th പഠിക്കുന്ന ഇന്ത്യയിലുള്ള എല്ലാ ബോർഡ് ഓഫ് സിലബസ്, എല്ലാ ഡിഫറെൻറ്റ് സിലബസിലുള്ള കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇവിടെ ഇൻകം ലിമിറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിലാവണമെന്നുള്ള കണ്ടീഷനോ അങ്ങനത്തെ യാതൊരുവിധ ക്രൈറ്റീരിയ ഇല്ല. എല്ലാ കുട്ടികൾക്കും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എഴുതാം. ഓഫേഴ്സ് സ്കോളർഷിപ്പ് അപ് ടു 2000 സ്റ്റുഡൻസ്, സ്കോളർഷിപ്പ് ഓഫ് 2000 സ്റ്റുഡൻസ്, 2000 കുട്ടികൾക്ക് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സോ ദിസ് എക്സാം ഹാസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് 59 years. ഒരുപാട് പാരൻസും ടീച്ചേഴ്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ 59 വർഷമായി ആക്ച്വലി ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഇത് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടോ എഴുതിയിട്ടോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും NTSE പോലുള്ള എക്സാമിന് വേണ്ടിയിട്ട് എയിം ചെയ്യണം, നമ്മളത് എഴുതും വേണം. എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മന്ത്ലി സ്റ്റൈപ്പൻഡ് ഫ്രം +1 to PhD, +1 മുതൽ PhD കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷമുണ്ട് അല്ലേ, ഏകദേശം ഒരു 10 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് മാസം കിട്ടും. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. വാല്യൂ ഓഫ് ദി ടാഗ് NTSE സ്കോളർ, അപ്പോൾ ഒരു വർഷം 2000 കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ടാഗാണത്. അതിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെ ആയിരിക്കും, റൈറ്റ്? അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അതിൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ അക്കാഡമിക് ലൈഫിൽ തന്നെ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിരിക്കും അത്. ഫ്രീ അഡ്മിഷൻ ടു മെനി കോച്ചിങ് സെൻറ്റേഴ്സ്, അപ്പോൾ NTSEയിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പല കോച്ചിങ് സെൻറ്റേഴ്സും അഡ്മിഷൻ തന്നെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വളരെ ഹൈ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ +1 ജോയിൻ ചെയ്യാറുള്ളത്. എക്സ്ട്രാ എഡ്ജ് ടു അഡ്മിഷൻ ഇൻ ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. യെസ്, ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ അടക്കം NTSEയുടെ റിസൾട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ NTSE സ്കോളേഴ്സ് ഗെറ്റ് ഡിസ്കൗണ്ട് ഓൺ കോഴ്സസ് ആൻഡ് ബുക്സ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ അവർക്ക് കിട്ടാറുണ്ട്. IIT ഡൽഹി എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ, ഒരു സ്പെഷ്യൽ എക്സാമ്പിൾ, IIT ഡൽഹി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഡൽഹിയിൽ. അതിൽ 6 ബോണസ് മാർക്കാണ് അവിടുത്തെ അഡ്മിഷന് വേണ്ടിയിട്ട് NTSE സ്കോളേഴ്സിന് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ബെനിഫിറ്റ്സ് ആണ് NTSEക്ക് വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഒപ്പീനിയനിൽ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പോഷറും കോൺഫിഡൻസും, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ബോർഡ് എക്സാമിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് മനസ്സിലാക്കുന്നത് ശരിക്ക് NTSE എക്സാമിലാണ്. ഒരു നാഷണൽ ലെവലിലേക്കൊക്കെ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ NTSE എക്സാമാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ഓഫ് NTSE എക്സാം എന്നുള്ളത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു ഡാറ്റയാണ്. +1 മുതൽ ഞാൻ പറഞ്ഞ പോലെ മന്ത്ലി 2250 റുപ്പീസാണ്. എന്ന് വെച്ചാൽ വർഷം 15000 രൂപ. +2ലും സെയിം എമൗണ്ട് ആണ്. ഡിഗ്രി ആൻഡ് PG സമയത്ത് 2000 രൂപയാണ് ഓരോ മാസവും കിട്ടുക. PhD സമയത്ത് UGCയുടെ നോം അനുസരിച്ച്, അവരുടെ ഒരു റൂൾ അനുസരിച്ചുള്ള എമൗണ്ട്, ഇതിനേക്കാൾ വലിയൊരു എമൗണ്ടാണ് PhD ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് NTSEയുടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, NTSE നല്ല മാർക്കുള്ള ഒരു കുട്ടിക്ക് +1 തന്നെ വളരെ ആയിരങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് പഠിക്കുന്ന +1 +2 കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫ്രീ ആയിട്ട് തന്നെ അവൈൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനേക്കാൾ വലിയ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആക്ച്വലി +1 തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, മോഡ് ഓഫ് എക്സാമിനേഷൻ. 2 സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. സ്റ്റേജ് 1 സ്റ്റേറ്റ് ലെവലിൽ എല്ലാ സ്റ്റേറ്റിലും ഇത് കണ്ടക്ട് ചെയ്യപ്പെടും. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത് നടത്തുക. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സിലബസിന് ആ ഒരു എക്സാമിന് കുറച്ചൊരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. അണ്ടർസ്റ്റുഡ്. സ്റ്റേജ് 2 നടത്തുന്നത് നാഷണൽ ലെവൽ NCERT ആണ് നടത്തുന്നത്. അത് കുറച്ചും കൂടെ NCERT സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, സ്റ്റേജ് 1നേക്കാൾ അഡ്വാൻസ്ഡ് ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമാണ് സ്റ്റേജ് 2.
സോ എല്ലാ സ്റ്റേജിലും എല്ലാ സംസ്ഥാനത്തും എല്ലാ സ്റ്റേറ്റിലും സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളാണ് സ്റ്റേജ് 2ലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് എലിജിബിലിറ്റി ഉണ്ടാവുക. എല്ലാവർക്കും സ്റ്റേജ് 2 എഴുതാൻ കഴിയില്ല. അത് ഓരോ സ്റ്റേറ്റിൽ നിന്നും എഴുതുന്ന കുട്ടികളുടെ നമ്പർ, ആ ടോട്ടൽ പോപ്പുലേഷൻ അനുസരിച്ചാണ് ഓരോ സ്റ്റേറ്റിനും ആ നമ്പർ നിശ്ചയിച്ചിട്ടുള്ളത്. അറൌണ്ട് 235 സ്റ്റുഡൻസ് ആർ സെലക്ടഡ് ഫ്രം കേരള ടു അപ്പിയർ ഫോർ സ്റ്റേജ് 2. ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കാണ്. സോ അറൌണ്ട് ഒരു 230 to 240 സ്റ്റുഡൻസിനാണ് അർഹത കിട്ടുക. അണ്ടർസ്റ്റുഡ്. ഇനി ഗൾഫിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നമുക്കറിയാം CBSE സ്റ്റേറ്റ് സിലബസിലൊക്കെ ഗൾഫിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, മിഡിൽ ഈസ്റ്റിലൊക്കെ. അവർക്ക് ആക്ച്വലി സ്റ്റേജ് 1 എന്ന് പറയുന്ന ഒരു എക്സാമേ ഇല്ല. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഗൾഫിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്. എനിവേ സ്റ്റേജ് 2 എന്ന് പറയുന്നത് സ്റ്റേജ് 1നേക്കാൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മോർ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു എക്സാമാണ്. ഇനി എക്സാമിനേഷൻ്റെ സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ട് 1 മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നൊരു എക്സാമാണ് ആദ്യത്തത്. അപ്പോൾ ഇതിൽ 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതിന് എഴുതാൻ വേണ്ടി 120 മിനിറ്റുമാണ്. മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോമൺ സെൻസും ലോജിക്കും റീസണിങ് സ്കിൽസൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിന് പ്രത്യേകിച്ച് പഠിക്കാനൊരു ടോപ്പിക്കുകളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള സിലബസിലുള്ള കാര്യങ്ങളൊന്നുമല്ല. എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മെൻ്റൽ എബിലിറ്റി. ഇത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് PSC എക്സാമുകൾ, UPSC എക്സാമുകൾ, ബാങ്ക് എക്സാമുകൾ, SSC അങ്ങനത്തെ ഒരുവിധം എല്ലാ ജോലികൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഈ മെൻ്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, വെർബൽ ആൻഡ് നോൺ വെർബൽ, അതുപോലെ മെറ്റാ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, റീസണിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. കറക്റ്റ് ആൻസറിന് 1 മാർക്ക് കിട്ടും, റോങ് ആൻസറിന് 0 മാർക്ക്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എക്സാമാണിത്. ഓക്കെ, പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. NTSEക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇതാണ് പാർട്ട് 1. പാർട്ട് 2 എന്താ ഉള്ളത്? പാർട്ട് 2 SAT, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിലാണ് നമ്മുടെ സബ്ജക്റ്റുകൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റൊക്കെ വരുന്നത്. 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, 120 മിനിറ്റ്സ്. അഗെയിൻ മാത്തമാറ്റിക്സിൽ നിന്ന് ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 3 കൂടെ. സോഷ്യൽ സയൻസ് 40 ക്വസ്റ്റ്യൻസ്. അതാണ് ഇതിലെ ഒരു ക്രൂഷ്യൽ പോയിന്റ്. നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും വാസ്റ്റ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഷ്യൽ സയൻസ് തന്നെയാണ്. അതുകൊണ്ട് അതിലെ 40 മാർക്കുകൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായിരിക്കും ശരിക്കും റാങ്ക് ഡിസൈഡ് ചെയ്യുന്നൊരു ഫാക്ടറും സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ ഒരു 6th 7th മുതൽ തന്നെ 8th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലൊക്കെ നല്ല സോഷ്യൽ സയൻസ് ബേസുള്ള, ഹിസ്റ്ററി ജോഗ്രഫിയിലൊക്കെ നല്ല വിവരമുള്ള, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ജനറൽ നോളജൊക്കെ അത്യാവശ്യമുള്ള കുട്ടികൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഒരിക്കലും ഒരു മാത്തമാറ്റിക്സ് ജീനിയസ് ആയിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ സയൻസ് ഇഷ്ടമുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നന്നായിട്ട് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അങ്ങ് ഗ്യാരണ്ടീഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല NTSE എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസ് 40 മാർക്സ്, മാത്സിനേക്കാൾ സോഷ്യൽ സയൻസ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ട്രൈ ചെയ്യാവുന്ന ഒരു എക്സാമാണ് NTSE. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനെ ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്ന് പലരും വിളിക്കാറുണ്ട്, സോഷ്യൽ സയൻസും മെൻ്റൽ എബിലിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസറിന് 1 മാർക്ക്, റോങ് ആൻസറിന് 0, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എക്സാമാണ്. എക്സാമിൻ്റെ സിലബസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് 1ൻ്റെ സിലബസ്. അപ്പോൾ കംപ്ലീറ്റ് പോർഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് 9 ആൻഡ് പോർഷൻസ് അപ് ടു സെക്കൻഡ് ടേം ഓഫ് സ്റ്റാൻഡേർഡ് 10 ഓഫ് സ്റ്റേറ്റ് സിലബസ് ആൻഡ് CBSE സിലബസ്. ഇതാണ് ഒഫീഷ്യലി അവർ പറയുന്ന സിലബസ്. സത്യം പറഞ്ഞാൽ അപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് ഇത് എക്സാം എഴുതുക. പലരും 10th നിന്നാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആക്ച്വലി 10th സെക്കൻഡ് ടേം വരെയുള്ള പോർഷൻസ് ഉണ്ടാവുള്ളൂ. 9th ആണ് കംപ്ലീറ്റ് പോർഷൻസ് ഈ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ NTSEക്ക് എപ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്? 9th സ്റ്റാൻഡേർഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 10th എത്തുമ്പോഴത്തേക്കും 9th വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ക്ലിയർ ആയല്ലോ? ഇതാണ് NTSEയുടെ സിലബസ്. പക്ഷേ നോർമലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേജ് 1 എപ്പോഴും ഒരു കേരള സിലബസ് ടച്ച് നമുക്ക് സോഷ്യൽ സയൻസിലൊക്കെ എസ്പെഷ്യലി കാണാറുണ്ട്. തീർച്ചയായിട്ടും സ്റ്റേജ് 2ലേക്ക് പോകുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി കുറച്ചും കൂടെ NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമിനാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് CBSEയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കേരള സിലബസിലെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ മാത്തമാറ്റിക്സിൽ മറ്റൊക്കെ CBSEയുടെ മാത്തമാറ്റിക്സ് കുറച്ചും കൂടെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ CBSE സ്റ്റുഡൻസിന് മാത്സിലും മാറ്റിലൊക്കെ കുറച്ചും കൂടെ സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റിലും അതുപോലെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് എക്സാമിലും സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിനേഷൻ എഴുതാൻ പറ്റും. സോ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം മലയാളം ലാംഗ്വേജിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു
എക്സാമിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു NTSE എക്സാമിനെ പറ്റി നിങ്ങൾക്ക് അറിയാനുള്ളത്. അറിയാത്ത ആളുകൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് ക്ലാസ്മേറ്റ്സിനും 9th സ്റ്റാൻഡേർഡിലെ ജൂനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണ് ഈ എക്സാം എന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുമാണ് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. മാത്രമല്ല നമ്മുടെ ഈ ചാനലിൽ ഇനി അങ്ങോട്ട് ആരംഭിക്കാൻ പോകുന്ന NTSE പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ്, അതുപോലെ തന്നെ വീഡിയോസ്, മെൻറ്റി വാറുകൾ, ഇത്തരത്തിലുള്ള ആ ഒരു പ്രോഗ്രാമിലേക്കും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യണം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ വർഷത്തെ NTSE നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. ഓക്കെ.